രണ്ട് കരങ്ങൾ ദിവകാരണത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ സ്വരം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, 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 യേശു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ സത്യമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശ്വരനാഥാ, കരങ്ങളടിച്ച് പാടാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തിനായി ജീവിക്കാം. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. ഈയൊരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാം. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈയൊരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരാ, ദൈവത്തിനായി ജീവിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, യേശു, യേശു. ആരാധിക്കുന്ന, 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 ആരാധിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന, 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 ആരാധിക്കുന്ന. ഈശോ, ഈശോ, പ്രതിസന്ധികളായി നിൽക്കുന്ന എല്ലാ തിന്മകളെയും ആരാധിക്കുന്ന, ആരാധിക്കുന്ന, ആരാധിക്കുന്ന. കർത്താവിന്റെ സജീവമായ സാന്നിധ്യം, ജീവിക്കുന്ന ഈശോ നമ്മുടെ കൂടെ. അവിടുന്ന് പുറപ്പാട് പുസ്തകത്തിൽ 20-ാമത്തെ 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഒരു 10 വർഷം മുൻപ് അവിടുത്തെ നാമം അനുസ്മരിക്കാൻ വേണ്ടി ഒരു 2-3 പേര് ഒന്നിച്ചു കൂടിയ ഈ ഭവനം ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് അവിടുത്തെ നാമം ഓർക്കാൻ വേണ്ടി, അനുസ്മരിക്കാൻ വേണ്ടി. ഈശോയുടെ നാമം ഓർക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ ഓർക്കുക, ദൈവത്തെ ഓർക്കുക എന്ന് തന്നെയാണ്. അങ്ങനെ ഓർക്കാൻ ഇന്ന് എത്രയോ ദൈവം ഇടവരുത്തിയിരിക്കുന്നു ഈ ആലയത്തിൽ. ദൈവമാണ് ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയത്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം നമ്മൾ ഓരോരുത്തരെയും അവിടുത്തെ അടുത്തേക്ക് ചേർത്ത് അവിടുത്തെ നാമം ഓർക്കാൻ. പ്രിയമുള്ളവരെ, ദൈവ
ദൈവം നമ്മളെ ഓർത്തത് കൊണ്ടാണ് നമ്മൾ മനുഷ്യരായി തീർന്നത്. നമുക്കൊരു മനുഷ്യത്വം അല്ലെ, ഒരു മനുഷ്യനായി നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് ദൈവം നമ്മളെ ഓർത്തത് കൊണ്ടാണ്. ദൈവം നമ്മളെ ഓർത്തത് കൊണ്ടാണ് നമുക്കൊരു നല്ല കുടുംബം ഉണ്ടായത്, നമുക്കൊരു മാതാപിതാക്കൾ ഉണ്ടായത്, നമുക്ക് നമ്മുടെ ജീവിത പങ്കാളി ഉണ്ടായത്, മക്കളുണ്ടായത്. നമുക്കുള്ള എല്ലാ നന്മകളും ദൈവം നമ്മെ ഓർത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവം നമ്മളെ ഇങ്ങനെ ഓർത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മളും എപ്പോഴും ദൈവത്തെ ഓർക്കണമെന്നാണ്. നമ്മളെല്ലാ സമയവും ദൈവത്തെ ഓർക്കണം. വലിയ വലിയ പുണ്യപ്രവർത്തികളൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ദൈവത്തെ ഓർക്കണം. അത് മാത്രമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും അത് ഈശോ ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മൾ ഓർക്കണം. നമ്മളെക്കുറിച്ചല്ല പ്രിയമുള്ളവരെ. ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, തകർച്ചകളുണ്ട്, വേദനകളുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നുമല്ല ഇപ്പം നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ദൈവത്തെ ഓർക്കണം. ദൈവം ചെയ്ത പ്രവൃത്തികൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവം എനിക്ക് ആരാണ്. ഇത് നമ്മുടെ വചനത്തിലൂടെ നമുക്ക് കിട്ടിയ ബോധ്യങ്ങളെല്ലാം നമ്മൾ ഓർത്ത് അത് പ്രഘോഷിക്കണം, അത് പറയണം. നമ്മൾ അങ്ങനെ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. നമ്മളിപ്പോൾ ഈ സമയത്ത് നമ്മെ പരിപൂർണമായി മറന്നുകൊണ്ട്, നമ്മളെ പൂർണ്ണമായിട്ട് മാറിക്കൊണ്ട്, നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇവിടെ നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്ന ഈശോയെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു, ഈശോയെക്കുറിച്ച് മാത്രം നമ്മൾ ഓർക്കുന്നു. ഈശോ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഈശോ എന്നോട് പറഞ്ഞ വചനങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ്, ഈശോ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ്, ഈശോ എനിക്ക് ആരാണെന്ന് പറഞ്ഞ് നമ്മൾ ഉച്ച സ്വരത്തിൽ കർത്താവിനെ കുറച്ചേറെ സമയം നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. സ്നേഹത്തോടെ നമുക്ക് അവിടുത്തെ പ്രിയമുള്ളവരെ ആരാധിക്കാം. ഈശോയെ, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, അവിടുന്ന് എൻ്റെ കർത്താവാണ്, എൻ്റെ ഇടയനാണ്, എൻ്റെ നാഥനാണ്. നമുക്കെല്ലാം നമ്മുടെ മനസ്സിൽ എന്തെല്ലാം തോന്നുന്നു അതെല്ലാം പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് സർവശക്തനാണ്, അങ്ങ് സർവാധിപനായ ദൈവമാണ്, അങ്ങ് സർവശക്തനാണ്, അങ്ങ് സർവാധിപനായ ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, എത്ര മഹോന്നതനായ ദൈവമാണ്. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെക്കാളും ഉന്നതമാണ് അവിടുത്തെ വലിയ ദാനം. കർത്താവേ, അങ്ങ് എത്രയോ വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് അത്യുന്നതനാണ്. ആരാധന, ആരാധന. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവിടുന്ന് കാരുണ്യവാനാണ്. ആരാധന, 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 ആരാധന. ഓ, അവിടുത്തെ കരുണയ്ക്ക് ഒരു അവസാനവുമില്ല. ആരാധന, ആരാധന, ആരാധന. തന്റെ മക്കളെ മാറോട് ചേർക്കുന്നവനാണ് അവിടുന്ന്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചതാണ്. കർത്താവെ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് സ്തുതിക്കുക. ആരാധന, ആരാധന, ആരാധന. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. പ്രിയമുള്ളവരെ, ലോകം നമ്മെ അറിയുന്നില്ല എന്നാൽ അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. എന്നാൽ നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം നാം ചെയ്യുന്നു, അവിടുത്തെ പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. ആരാധന, 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 ആരാധന. നമ്മൾ ദൈവത്തെ പോലെ ആകും. യേശുവേ, ഞങ്ങളെ ഞങ്ങളുടെ മക്കളാക്കിയ കർത്താവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അപ്പാ, പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പാ, ഞങ്ങളെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. നന്ദി, 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 നന്ദി. ആരാധന, 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 ആരാധന. ഈശോ, 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 ഈശോ. നിറയണമേ. എല്ലാ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അപ്പ, സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു.
ആരാധിക്കുന്നു. അങ്ങ് സർവാധിപനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് അങ്ങ് മാത്രമാണ് ദൈവമേ. ഈശോയെ ആരാധന, ആരാധന. ഒരു നീതിമാന് വേണ്ടി പോലും വല്ലവരും മരിക്കാൻ സന്നദ്ധരായേക്കാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ പ്രകടമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മരിച്ച കർത്താവേ, ഇപ്പോൾ ഈ സമൂഹത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടാവട്ടെ. ആരാധന, ആരാധന, ആരാധന. ഒന്ന് തൊടണേ അപ്പാ, ഒന്ന് തൊടണേ ഈശോയെ. ഈ മക്കളെ ഒന്ന് തൊടണേ, ഒന്ന് സ്പർശിക്കണേ, ഒന്ന് നോക്കണേ. ആരാധന, 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 ആരാധന. ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് കാണണമേ. ആരാധന, 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 ആരാധന. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്ന അപ്പാ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്ന ഈശോയെ. യേശുവേ ആരാധന. ഈശോ തുറന്ന് തുറന്ന് സ്തുതിക്കുക. ആരാധന, 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 ആരാധന. ഈശോ, ഈശോ. ഈ ദേശം മുഴുവനും, ഈ ദേശം മുഴുവനും കർത്താവിൻ്റെതായി തീരട്ടെ. എല്ലാ കുടുംബങ്ങളും ഈശോയുടേതായി മാറട്ടെ. ആരാധന, 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 ആരാധന. എല്ലാ വ്യക്തികളും മാനസാന്തരപ്പെടട്ടെ. എല്ലാവരും ഈശോയുടേതായി തീരട്ടെ. എല്ലാവരും സ്വർഗത്തിൻ്റെതായി തീരട്ടെ. ആരാധന, 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 ആരാധന. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചു പാടാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ദാനിയേലിനെ പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. സിഹന്മാരെ പോൽ പീഡനമേൽക്കുമ്പോഴും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ലോകത്തിൽ ഏകനായി നിന്ദനമേൽക്കുമ്പോഴും ആരാധിക്കും എൻ്റെ ദൈവത്തെ. വൈരികളെ എതിർത്താൻ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. വൈരികളെ എതിർത്താൻ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ.
കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. എല്ലാവരും തൊടണമേ, എല്ലാവരും തൊടണമേ. നന്ദി ഈശോ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. കരങ്ങൾ മടിയിൽ തുറന്നു വയ്ക്കുക. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമാകുന്ന എല്ലാ അടിമത്തങ്ങളുടെയും നുഖങ്ങളെ കർത്താവ് എടുത്തു മാറ്റി വലിച്ചെറിഞ്ഞു കളയുകയാണ്. എല്ലാ തിന്മയുടെ ദുർഭൂതങ്ങളെയും കർത്താവ് ശ്വാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുകയാണ്. സ്വാർത്ഥതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, നിരാശയുടെ, ആത്മഹത്യ ചിന്തയുടെ, ജഡികതയുടെ, ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ ദുർഭൂതങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തള്ളിക്കളയുകയാണ്, ഉപേക്ഷിക്കുകയാണ്, വിട്ടുപോരാൻ ആഗ്രഹിക്കുകയാണ് കർത്താവേ. കുടുംബത്തിൻ്റെ, ദേശത്തിൻ്റെ, സ്ഥലത്തിൻ്റെ എല്ലാ തിന്മയുടെ ദുർഭൂതങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുറേ പേര് ഈശോയെ ഇവിടെ ഇരുന്ന് നാളുകളായിട്ട് സ്ഥലം വിൽപ്പന നടക്കാത്തത് കൊണ്ട് വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ, അവരുടെ സ്ഥലത്തിൻ്റെ ആ വിൽപ്പന നടക്കുന്നതിലുള്ള തടസ്സങ്ങളെല്ലാം ഈശോ തന്നെ മാറ്റി കൊടുക്കട്ടെ. അതിന് തടസ്സം നിൽക്കുന്ന തിന്മയുടെ ദുർഭൂതങ്ങളെല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടാത്ത മൂലം വിഷമിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ തിന്മയുടെ ദുർഭൂതങ്ങളും വഴിമാറിപ്പോകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു വീട് പണി തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇവിടെയുണ്ട് കർത്താവേ. അവർക്ക് തടസ്സമായി നിൽക്കുന്ന, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന്, തുടങ്ങുന്നതിന്, പൂർത്തിയാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ തിന്മയുടെ ദുർബോധങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അത് കിട്ടാത്ത മൂലം വിഷമിച്ച് സങ്കടപ്പെടുന്ന, കരയുന്ന, മനസ്സ് തളർന്നു പോകുന്ന അനേകം മക്കൾ ഇവിടെയുണ്ട് ഈശോയെ. അവരുടെ ആ ജോലിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ തിന്മയുടെ ദുർബോധങ്ങളും യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് നിബന്ധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്ന ദൈവമേ. വിട്ടുമാറാത്ത രോഗപീഠകളും സങ്കടങ്ങളുമായിരിക്കുന്ന മക്കളുടെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ. അതിന് തടസ്സമാകുന്ന എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. അഭിഷേകം നടക്കട്ടെ, അഭിഷേകം നടക്കട്ടെ. ആരാധിക്കുന്നവർക്ക് കിട്ടേണ്ട അഭിഷേകം ഞങ്ങൾ ചോദിച്ച് മേടിക്കുക കർത്താവേ. ആരാധനയിൽ വലിയ അഭിഷേകം ഉണ്ടാകട്ടെ.
ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ആരാധനയിൽ ആരാധനകർക്ക് ലഭിക്കേണ്ട സ്വർഗത്തിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശയ്യ 11:2 അഭിഷേകം ഈ സമൂഹത്തിന്റെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവത്തിന്റെയും ആത്മാവ് ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും മേല്, ഞങ്ങളുടെ ആലയത്തിന്റെ മേല്, ഞങ്ങളുടെ ഈ ദേശത്തിന്റെ മേല് കർത്താവിന്റെ ആത്മാവ് ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ദുരാത്മാവ് എന്നേക്കുമായിട്ട് നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെയുള്ള മുഴുവൻ മക്കളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ കടന്നു വരണമേ. യേശയ്യ 11:2 അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിശക്തമായ അഭിഷേകം കർത്താവേ, ആരാധനയിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേല്, കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ മേല്, കർത്താവിന്റെ ആത്മാവ് ഈ സമൂഹത്തിന്റെ മേല്, കർത്താവിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേല്, കർത്താവിന്റെ ആത്മാവ് ഈ ദേശത്തിന്റെ മേല് ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും അറിവിന്റെയും ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, ദൈവഭക്തിയുടെയും പ്രാർത്ഥനയുടെയും സഹനശക്തിയുടെയും വിശ്വാസത്തിന്റെയും ആത്മാവ് ഞങ്ങളിൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടേയിരുന്നേ. ആരാധിക്കുമ്പോൾ അഭിഷേകം വരുന്നു, ആരാധിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. തടസ്സങ്ങള് കർത്താവേ, എല്ലാ മുഖങ്ങളും ഒടിച്ചു കളയുന്ന, എല്ലാ തടസ്സങ്ങളും മാറ്റിക്കളയുന്ന, പിച്ചളവാതിലുകൾ തകർക്കുന്ന, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുന്ന ദൈവത്തിന്റെ ശക്തമായ അഭിഷേകം ഈ വചനകൂടാരത്തിൽ നിറയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ, 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 ആമേൻ. ഈശോയെ സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടുന്നതിന് വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരങ്ങൾ, ആണിപ്പഴുതുകളുടെ കരങ്ങൾ നീട്ടുന്നതിന് വേണ്ടി ഈ ദേശത്തിന്റെ മേൽ, ഈ ആലയത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ കരം നീട്ടട്ടെ. അഭിഷേകം ഉണ്ടാകട്ടെ. ആണിപ്പഴുതുകളിൽ തിരുരക്തം ഒഴുകട്ടെ. ആണിപ്പഴുതുകളിൽ ഈശോയുടെ തിരുരക്തം ഒഴുകട്ടെ. ക്രൂശിത രൂപത്തിൽ ഈശോയുടെ തിരുരക്തം ഒഴുകട്ടെ. തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ കോട്ട, തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ കോട്ട കെട്ടപ്പെടട്ടെ. ആത്മാവ് വർഷിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയണമേ, ഞങ്ങളെ നിറയണമേ. അതിശക്തമായ രോഗശാന്തിയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമേ. ആത്മാവേ, ശുശ്രൂഷയെ പൂർണ്ണമായിട്ട് വലിയൊരു അഭിഷേകത്തിലേക്ക് എത്തിക്കണമേ. വിടുതൽ ലഭിക്കട്ടെ, ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ. ആരാധനയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിടുതൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെല്ലാവരും പൊതുവായി കരുതി ആരാധന, 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 ആരാധന. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. ഒരേ മനസ്സ്, ഒരേ ആത്മാവ്, ഒരേ ശരീരം, ഒരേ ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധാത്മാവേ, തിന്മ വിട്ടുപോകുകയും ആത്മാവ് ഞങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ സകല ദുർബോധങ്ങളും ബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോരേ, കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോരേ. നഷ്ടങ്ങൾ മൂലം തെല്ലും പതറിൽ ഇനിമേലിൽ, നഷ്ടങ്ങൾ മൂലം തെല്ലും പതറിൽ ഇനിമേലിൽ. ദുഷ്ടൻ വീഴട്ടെ, എൻ്റെ കഷ്ടം മാറട്ടെ, ദുഷ്ടൻ വീഴട്ടെ, എൻ്റെ കഷ്ടം മാറട്ടെ. ദുഷ്ടിപ്പെട്ടുള്ള നിന്നെ വാഴ്ത്തി പാടട്ടെ, ദുഷ്ടിപ്പെട്ടുള്ള നിന്നെ വാഴ്ത്തി പാടട്ടെ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ,
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു ഈശോയുടെ വാഗ്ദാനം പോലെ കൃപകൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും എന്ന വചനത്തിന്റെ അഭിഷേകം ഇവിടെ ഇരിക്കുന്ന ജനത്തിന്റെ മേൽ കടന്നു വരട്ടെ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കുമെന്നുള്ള അങ്ങനെ വാഗ്ദാനം പോലെ കർത്താവേ, എല്ലാ മുഖങ്ങളുടെയും കെട്ടുകളെ പൊട്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നമുക്ക് കരങ്ങൾ തുറന്ന് പിടിച്ച് നമ്മൾ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെപ്പോഴും ശ്രവിക്കാനുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. ശ്രവിക്കുന്നൊരു ഹൃദയത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് എൻ്റെ ദൈവം എന്നോട് പറയുന്നത്? എനിക്കെന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടോ? എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ? എന്നോട് എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ ദൈവം പറയുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യരുതെന്ന് ദൈവം എന്നോട് പറയുന്നുണ്ടോ? നമുക്ക് ശ്രവിക്കാം പ്രിയപ്പെട്ടവരെ. അരുതേ എന്ന് തമ്പുരാൻ പറയുന്നുണ്ടോ? ആകാമെന്ന് ദൈവം പറയുന്നുണ്ടോ? പോകണ്ട എന്ന് ദൈവം പറയുന്നുണ്ടോ? പോകണമെന്ന് ദൈവം പറയുന്നുണ്ടോ? പറയണമെന്ന് ദൈവം പറയുന്നുണ്ടോ? പറയരുതെന്ന് ദൈവം പറയുന്നുണ്ടോ? എന്താണ് എന്നോട് ദൈവം സംസാരിക്കുന്നത്? വ്യക്തമായിട്ട് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കും. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ് സഖ്യബോസ്, ദൈവമേ, അങ്ങയുടെ സ്വരം ശ്രവിച്ചു. അത് വലിയ മാനസാന്തരത്തിന്റെ നിമിഷമായി മാറി. കർത്താവേ, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈശോയെ അങ്ങയുടെ സ്വരം ശ്രവിച്ച് മുന്നോട്ട് പോകണം. ഈശോയെ നന്ദി. ഈശോയെ കർത്താവ് നമുക്ക് തരുന്നൊരു സന്ദേശം, 3 മക്കൾക്ക് ഇന്റർവ്യൂവിന് പാസ്സാകാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു നവജാത ശിശുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നന്ദി പറയാം. തലയിലുണ്ടായിരുന്ന ഒരു മുഴ കർത്താവ് എടുത്തു മാറ്റി സുഖപ്പെടുത്തുന്നു. നമുക്ക് നന്ദി പറയാം ഈശോയ്ക്ക്. ഒരു പുരോഹിതനോടുള്ള വിഷമം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാനും പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവ് ഒരു വ്യക്തിയോട് പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ശരീരം തളർന്നു പോകുന്നത് പോലെയുള്ള ഒരു ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ എനർജി കൊടുത്ത് കർത്താവ് ശക്തിപ്പെടുത്തുന്നു. നന്ദി കർത്താവേ. ഹല്ലേലൂയ. കുടുംബത്തിന്റെ ഉപജീവന മാർഗമായ ആട് കൃഷി കർത്താവ് ഏറ്റെടുക്കുന്നു, അനുഗ്രഹിക്കുന്നു. വീൽ ചെയറിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. നമ്മുടെ ആരുടെയെങ്കിലും കുടുംബങ്ങളിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുക. തൊടും. ഈശോ സൗഖ്യപ്പെടുത്തും. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഉറങ്ങാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ ബന്ധനാവസ്ഥയിൽ നിന്ന് വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. നന്ദി കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ബൈക്ക് അപകടം ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. വീടിന്റെ മുറ്റത്ത് ധാരാളം ചെടികൾ നട്ടു വളർത്തുന്ന ശീലമുള്ള ഒരു സഹോദരിയെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു. നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഇടപെടൽ കാണിക്കുന്നു. ആത്മാവ് പറന്നിറങ്ങുന്നു. ഓരോരുത്തരുടെ മേലും ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കമുക് കൃഷി കർത്താവ് ആശീർവദിച്ചു കൊടുക്കുന്നു. വലിയ വിജയത്തിലേക്ക് എത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭർത്താവിന്റെ ക്രൂരമായ സംസാര രീതി മൂലം അല്ലാതെ വിഷമിക്കുന്ന ഒരു സഹോദരിക്ക് അതിന്റെ മുറിവുണക്കുന്നു, ക്ഷമിക്കാൻ ശക്തി കൊടുക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 3 മക്കൾക്ക് അനുദമിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടെന്ന് ഈശോ ഒരു സഹോദരിക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഈശോയെ നന്ദി കർത്താവേ. സ്തുതിക്കുന്ന ദൈവമേ. നട്ടെല്ലിന് അകലിച്ച് വന്നിട്ട് വേദനിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ചോളുക. വിവാഹം നടക്കാൻ കർത്താവ് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നു. റോസമ്മ എന്ന് ഏലിയാമ എന്നും പേരുള്ള 2 മക്കളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഈശോയെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നല്ല വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ള ആഗ്രഹം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഞാൻ രോഗിയാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. അത് കർത്താവ് എടുത്തു മാറ്റുന്നു. അതോടുകൂടി ശരീരത്തിന്റെ തളർച്ചകളൊക്കെ മാറിപ്പോകും.
പോകുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയറിന് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി കർത്താവേ. ഒരു ബിസിനസ്സിൽ കർത്താവ് ഇടപെടുന്നു, നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി കർത്താവെ, സ്തുതിക്കുന്നു. ഒരു ഓപ്പറേഷൻ വേണ്ടി വന്ന ഒരു രോഗാവസ്ഥയിൽ ഓപ്പറേഷന് ധൈര്യമില്ലായിരുന്നു, പക്ഷെ കർത്താവ് ധൈര്യം കൊടുത്ത് ഓപ്പറേഷൻ വിജയകരമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കണക്ക് വെച്ച് ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സമ്പൂർണ്ണ ബൈബിള് കയ്യിലെടുത്ത് കൊടുക്കുന്നു, വചനം വായിച്ച് പഠിക്കാനായിട്ട് ഈശോ പറയുന്നു. പൂച്ചയെ അമിതമായി ലാളിക്കുന്നത് വേണ്ട, അപകടമുണ്ടേ എന്ന് ഈശോ പറയുന്നു. 70 സെന്റ് സ്ഥലം വിൽക്കാനുള്ള കൃപ കൊടുത്ത കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. പുതിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു, കർത്താവ് അതിനുള്ള ശക്തി കൊടുക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞാനൊരു പൊട്ടനാണ് എന്ന് പറഞ്ഞ് വല്ലാതെ ഭാരപ്പെടുന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ആശ്വസിപ്പിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹൃദയത്തിന്റെ ഭാരം പൂർണ്ണമായിട്ട് ഈശോ എടുത്ത് മാറ്റി സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ദൈവമേ, ഭർത്താവിനോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാനായിട്ട് ഈശോ ഒരു സഹോദരിയോട് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരാളെ കൊല ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഒരു വെറുപ്പ്, വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കർത്താവ് ഇത് എടുത്തു മാറ്റുന്നു, ആ ശത്രുത എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, പാട്ടുപാടി ഈശോയെ ഏറെ നേരം ആരാധിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് ചില വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയോട് ശ്രദ്ധിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഈശോയെ, നിന്റെ വീഴ്ചയിൽ നിന്ന് ഞാൻ നിന്നെ കരം പിടിച്ചുയർത്തുമെന്ന് ഈശോ പറയുന്നു. ജാതകം എഴുതി വെച്ച് അത് നോക്കുന്ന ശീലമുള്ള ഒരു വ്യക്തിയോട് അനുദപിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. ഒത്തിരി പേരുടെ സാമ്പത്തിക മേഖലകളിൽ കർത്താവിന്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകുന്നതായിട്ട് കർത്താവ് കാണിച്ചു തരുന്നു. ഒരു പെൺകുട്ടിയെ കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നു. സ്ട്രോക്ക് വന്നിട്ട് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യുദ്ധം അവസാനിക്കാൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വീട്ടിൽ ശക്തമായിട്ട് ഉറുമ്പിന്റെ ശല്യം മൂലം വിഷമിക്കുന്നു, കർത്താവ് അത് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സമയം ഇനിയും ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ അലസമായി ആത്മീയ കാര്യങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് തിരുത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഉപ്പൂറ്റി വേദന കർത്താവ് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ, അമിതമായിട്ട് മുടി കൊഴിയുന്ന രോഗാവസ്ഥയിൽ നിന്ന് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സൗന്ദര്യത്തെക്കുറിച്ചുള്ള വലിയ അവബോധം വെച്ച് ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയും ഒത്തിരി സൗന്ദര്യ വസ്തുക്കളൊക്കെ മേടിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോട് വേണ്ട എന്ന് കർത്താവ് പറയുന്നു. 3 തവണ തോറ്റുപോയിട്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയം വരിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. കാലിൻ്റെ മുട്ടിന് സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. നേർച്ച കടങ്ങൾ വീട്ടാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ പ്രകാശം കടന്നു വരുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താടിയിലുണ്ടായിരുന്ന വേദന കർത്താവ് മാറ്റി കൊടുക്കുന്നു. പരിശുദ്ധ അമ്മ പലരുടെയും അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. ഈശോയെ നന്ദി കർത്താവേ. ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി മാലാഖ ഗണങ്ങൾ ഇറങ്ങി വന്ന ആലയത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ഈശോയെ, പെട്ടകത്തിന്റെ വാതിൽ, നോഹയുടെ കാലത്ത് പെട്ടകത്തിന്റെ വാതിൽ അടഞ്ഞതുപോലെ ദൈവകരുണയുടെ വാതിൽ അടയും മക്കളെ എന്ന് പറയുന്നു. അനുദപിക്കാനുള്ള ഒരു സന്ദേശമാണത്. സഹോദരനോട് ക്ഷമിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥയിലുള്ളവർ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. അതികഠിനമായ സഹനാനുഭവത്തിലൂടെ കടന്നു പോകുന്ന മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഈശോയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും പേര് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു എക്സാമിന് വിജയം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മരിയ എന്ന മകളെ നമുക്ക് സമർപ്പിക്കാം. മകളുടെ മേലെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗിയായ ഭർത്താവിന് വേണ്ടിയും
മക്കളില്ലാത്തതിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഓമന എന്ന മകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഷേർലി എന്നൊരു മകളെയും തോമസ് എന്നൊരു മകനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ സ്മിത എന്ന പേരിലൊരു മകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അജീഷ് എന്ന പേരിലൊരു മകനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ഇടപെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വലിയ കരുണ, വിവാഹ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്ന ജസ്റ്റിൻ എന്ന മകനെ സമർപ്പിക്കാം. നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജീന എന്ന മകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വീസ തടസ്സം മാറാനും സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്താനും വേണ്ടി ആഗ്രഹിക്കുന്ന ആൽബർട്ട്, അബി എന്നീ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീട് പണി പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഷിജോ എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കാം. കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വിനോദ് എന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ബ്രിജിറ്റ് എന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്റ്റോ എന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. UK-യിൽ PG സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അമൽ എന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 4.5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ സംസാര തടസ്സം, ജോ ആൻ മരിയ എന്ന കുഞ്ഞിൻ്റെ സംസാര തടസ്സം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശത്ത് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആര്യ എന്ന മകളെ നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തിൽ ആടപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ജോയി എന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. തിന്മയുടെ ബന്ധനം മാറുന്നതിന് വേണ്ടി ലിസി എന്ന മകളെ സമർപ്പിക്കാം. വിവാഹവും ജോലിയും കിട്ടുന്നതിന് വേണ്ടി അഞ്ജു എന്ന മകളെ സമർപ്പിക്കാം. ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ മാറുന്നതിന് വേണ്ടി ഗോപി എന്ന മകനെ സമർപ്പിക്കാം. ജോലി തടസ്സം മാറാൻ വേണ്ടി സ്മിത എന്ന മകളെ സമർപ്പിക്കാം. നല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അബിൻ എന്ന മകനെ സമർപ്പിക്കാം. പരീക്ഷാ ഭയം മാറാനും വിശ്വാസത്തിൽ വളരാനും വേണ്ടി ക്രിസ്റ്റീന എന്ന മകളെ സമർപ്പിക്കാം. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന തങ്കമ്മ എന്ന മകളെ സമർപ്പിക്കാം. മാനസാന്തര അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മനാസ എന്ന മകളെ സമർപ്പിക്കാം. ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എമിൽ തോമസ് എന്ന മകനെ സമർപ്പിക്കാം. നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന രഞ്ജിത്ത്, രമ്യ എന്നീ മക്കളെ സമർപ്പിക്കാം. വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആനിയമ്മ എന്ന മകളെ സമർപ്പിക്കാം. നല്ല ജോലി ആഗ്രഹിക്കുന്ന എബിൻ എന്ന മകനെ സമർപ്പിക്കാം. പഠനം ആഗ്രഹിക്കുന്ന അൽഫോൻസ എന്ന മകളെ സമർപ്പിക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന റോണി എന്ന മകനെ സമർപ്പിക്കാം. നമുക്ക് ഇവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഓർത്തേ. ആരെയൊക്കെ നമുക്ക് ഓർക്കാനുണ്ട് അവരെല്ലാം ഒന്ന് തമ്പുരാൻ്റെ മുൻപിലൊന്ന് ഓർത്തേ. എത്ര പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനുണ്ട്. എത്രയോ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണേ എന്ന്. ഈ സെൻറ്ററിലേക്ക്, നമ്മുടെ സെൻറ്ററിലേക്ക് എന്തുമാത്രം പേര് പ്രാർത്ഥനാ സഹായം ചോദിച്ച് വിളിക്കുന്നു. പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ മൂലം വിഷമിച്ചും, മക്കളുടെ പ്രശ്നങ്ങൾ മൂലം വിഷമിച്ചും, രോഗങ്ങൾ മൂലം വിഷമിച്ചും മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാവരും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ജോയ് എന്ന പേരുള്ളൊരു മകനെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ വളരെ പ്രത്യേകമാവിധം മനു എന്ന പേരുള്ളൊരു മകനെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ കൃപ കടന്നു വരട്ടെ. കർത്താവേ, കരുണ കടന്നു വരണമേ. അതുപോലെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന ലാലി എന്ന മകളുടെ 2 പെൺമക്കളെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ കൃപ കടന്നു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ലിൻസി എന്ന മകളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും പേര് ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത്, വ്യക്തികളെ ഓർത്ത്, നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് എല്ലാം ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുത്തുകൊണ്ട്, ഈശോയെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയാണല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് പ്രവർത്തിക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. ആ ഒരു വലിയ ബോധ്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരണമേ. എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി നമുക്ക് കൗൺസിലിംഗ് തരുന്നവർ, ഭക്ഷണം ഉണ്ടാക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ, നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർ, ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്നവർ, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞ് കുടുംബത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവർ, നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്തു തരുന്നവർ, പാത്രം കഴുകി തരുന്നവർ, ഏതെങ്കിലും തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അതിശക്തമായ സംരക്ഷണ ഇടപെടലും നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഹല്ലേലൂയ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.